17 മെഷീൻ ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകൾ ശരീരത്തിലെമ്പാടും തറഞ്ഞു കയറുക, ഒരു കൈ ഒടിഞ്ഞു തൂങ്ങുക. ഇത്രയൊക്കെ ചെയ്ത ഒരു 19കാരന് ഈ പരിക്കുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു ഫ്രാക്ചറോ ചെറിയൊരു മുറിവോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയും പരിക്കുകളും ഇത്രയും വെടിയുണ്ടയും ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും? നമുക്കൊക്കെ ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കമാൻഡോ ഭാരതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഓണററി ക്യാപ്റ്റൻ യോഗേന്ദർ സിംഗ് യാദവ്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം സാധാരണ ഒരു പട്ടാളക്കാരനായിരുന്നു. കാർഗിൽ യുദ്ധമൊക്കെ നമ്മളുടെ എല്ലാവരുടെയും വിസ്മൃതിയിലേക്ക് പോയ ഒരു യുദ്ധമാണ്. 1999 പാകിസ്ഥാൻ അവരുടെ നുഴഞ്ഞുകയറ്റവുമായിട്ട് ഭാരതഭൂമിയിലേക്ക് കയറുകയും ഭാരതത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവർ പിടിച്ചടക്കുകയും അവിടെ ബങ്കറുകൾ സ്ഥാപിക്കുകയും നമുക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പാകിസ്ഥാനെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് വലിയൊരു സൈനിക മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹിമാലയത്തിലെ കൊടുമുടികളിലെ തന്ത്രപ്രധാനമായിട്ടുള്ള കൊടുമുടികളിലൊക്കെ പാകിസ്ഥാൻ സൈന്യം അവരുടെ യുദ്ധ ബങ്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇതിലെ ടൈഗർ ഹിൽസ് എന്ന് പറയുന്ന ഒരു കൊടുമുടിയിലെ അതിന്റെ ഉയർന്ന ഭാഗത്ത് അവർ 3 ബങ്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരത സൈന്യത്തിന്റെ മുന്നേറ്റം വളരെ ഫലപ്രദമായി നിരീക്ഷിക്കാനും അതിനെയൊക്കെ തടയിടാനും വേണ്ടിയിട്ട് ഈ ബങ്കറുകൾ കൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സൈനിക കേന്ദ്രം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം അത് കിട്ടിയത് യോഗേന്ദർ സിംഗ് യാദവ് അടങ്ങിയ ഘാതക് എന്ന് പറയുന്ന വെറും കൈ കൊണ്ട് പോലും ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പരിശീലനം കിട്ടിയ ഗ്രനേഡിയർ പ്ലാറ്റൂൺ എന്ന് പറയുന്ന 18 ഗ്രനേഡിയർ പ്ലാറ്റൂൺ എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗത്തിനായിരുന്നു ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം കിട്ടിയത്. അപ്പം അന്ന് അവിടെ വെച്ച് ഈ യുവാവ് 17 വെടിയുണ്ടകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങി ഒരു കൈ ഒടിഞ്ഞ് അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കാർക്കും ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. ഇതൊക്കെ നമ്മളുടെ വിസ്മൃതിയിലേക്ക് പോയ ചരിത്രമാണ്. കാർഗിൽ നമ്മുടെ വിസ്മൃതിയിലേക്ക് പോയ ചരിത്രമായിട്ട് മാറി. ഇതുപോലുള്ള സേനാനികളുടെ ധീരപ്രവർത്തനങ്ങൾ നമ്മളുടെ വിസ്മൃതിയിലേക്ക് പോയി. കാരണം ഇദ്ദേഹത്തിന്റെ കഥ നേരിട്ട് തന്നെ 6 ലക്ഷത്തിലധികം കുട്ടികളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ പേരറിയാവുന്നവരോ ഇദ്ദേഹത്തിന്റെ ധീരപ്രവർത്തികളെ കുറിച്ചിട്ട് അറിയാവുന്നവരോ ഇല്ല എന്ന് തന്നെയാണ്, വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളാരും മറക്കരുതാത്ത ധീരസേനാനികളെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ നമ്മളാരും മറക്കരുതാത്ത ആ സൈനിക മുന്നേറ്റത്തെ കുറിച്ചിട്ടും. യോഗേന്ദർ സിംഗ് യാദവ് ജനിച്ചത് 1980 മെയ് 10 ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ ജില്ലയിലെ ഔറംഗാബാദ് അഹിർ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് കരൺ സിംഗ് യാദവ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു. 1965 1971 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. യോഗേന്ദർ സിംഗ് യാദവിന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ജിതേന്ദ്ര സിംഗ് യാദവും പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു സൈനികനായിരുന്നു. അപ്പൊ സൈനിക പാരമ്പര്യത്തിൽ നിന്നും വന്ന അദ്ദേഹത്തിന് ആ കുടുംബ പശ്ചാത്തലം തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളില് ശക്തനായിട്ടുള്ള ഒരു സൈനികനെ വാർത്തെടുക്കാൻ സഹായിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട്. 16 വയസ്സും 5 മാസവും പ്രായമുള്ളപ്പോൾ അദ്ദേഹം സൈനിക വൃത്തിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന് ആർമിയിൽ പ്രവേശനം ലഭിച്ചു. അന്ന് 18 ഗ്രനേഡിയർ പ്ലാറ്റൂൺ എന്ന് പറയുന്നത് അത് കമാൻഡോസിന്റെ ഒരു പ്ലാറ്റൂൺ ആയിരുന്നു. ഘാതക് എന്നായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. വെറുകൈ കൊണ്ട് പോലും ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു പ്ലാറ്റൂൺ ആയിരുന്നു 18 ഗ്രനേഡിയർ പ്ലാറ്റൂൺ. അപ്പൊ ഈ കമാൻഡോ സംഘത്തിന്റെ അംഗമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു. 1999 വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം പോലും തികയുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ പ്ലാറ്റൂൺ യുദ്ധരംഗത്തേക്ക് മാറുന്നത്, കാർഗിൽ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് നീങ്ങുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അധികം നാൾ ആകാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കമാൻഡർ അദ്ദേഹത്തിന് തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ പ്ലാറ്റൂൺ യുദ്ധരംഗത്തേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞ് അദ്ദേഹം ലീവ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് തന്റെ ആ പട്ടാള ക്യാമ്പിലേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. 18 ഗ്രനേഡിയേഴ്സ് പ്ലാറ്റൂൺ എന്ന് പറയുന്ന ഈ പ്ലാറ്റൂണിന് അവർക്ക് കിട്ടിയിരുന്ന ദൗത്യം ടൈഗർ ഹിൽസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു.
ടൈഗർ ഹിൽസിന്റെ പ്രത്യേകത അതിന്റെ മുകളിലിരിക്കുന്ന പട്ടാളക്കാർക്ക് 360 ഡിഗ്രിയിലും നല്ല കാഴ്ച ലഭിച്ചിരുന്നു. എന്തൊക്കെ മൂവ്മെന്റുകൾ താഴെ നടക്കുന്നു, എന്തൊക്കെ സൈനിക നീക്കങ്ങൾ താഴെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും അതിനെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ എതിർക്കാനും അവർക്ക് ഈ ടൈഗർ ഹിൽസിലെ സൈനിക ബങ്കറുകളിലുള്ള പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് സാധിച്ചിരുന്നു. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ളതും അല്ലെങ്കിൽ അസാധ്യമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളെ മറികടന്നിട്ട് വേണമായിരുന്നു ആ സൈനിക ക്യാമ്പുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടൈഗർ ഹിൽസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നേരിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പട്ടാളക്കാര് നിരന്തരമായിട്ട് അവിടുന്ന് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് നിരന്തരമായിട്ട് യന്ത്രത്തൂക്കിൽ നിന്നുള്ള വെടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വെടിയുണ്ടകൾ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചുറ്റിനും. അപ്പം ഇവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഈ പർവ്വതത്തിന്റെ 2 സ്ഥലങ്ങളിലേക്കും നിരന്തരമായിട്ടുള്ള ഷെല്ലാക്രമണം നടത്തുകയും അങ്ങനെ നേരെയുള്ള വഴിയും, അതായത് അവര് സ്വപ്നത്തിൽ, പാകിസ്ഥാൻ പട്ടാളക്കാർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു നീക്കമാണ് ഈ ഗ്രനേഡിയർ പ്ലാറ്റൂൺ നടത്തിയത്. നേരെ ഉള്ള വഴിയിലൂടെ കയറി ചെല്ലുക. കാരണം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ 16,500 അടി മുകളിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അവിടെ 1000 അടി എന്ന് പറയുന്നത്, അതായത് 300 മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 90 ഡിഗ്രിയിലുള്ള ചെരിവാണ്. അപ്പൊ അവിടെ കയറ് ഇല്ലാതെ കയറി ചെന്നിട്ട് കയറ് അവിടെ എവിടെയെങ്കിലും ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെ ആരെങ്കിലും ഒരാൾ മുകളിലേക്ക് കയറ്റണം. അപ്പൊ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ചിട്ടാണ് ഇവരാ ചെരുവിന്റെ അടുത്തേക്ക് പൊക്കോണ്ടിരുന്നത്. പക്ഷെ അടുത്തെത്തിയ സമയത്ത് ഇവരെ കണ്ടുപിടിക്കുകയും പാകിസ്ഥാൻ പട്ടാളക്കാര് വെടിവെക്കുകയും ഇവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് സൈനികർ മരണമടയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പലരും മരണമടഞ്ഞ കാര്യം അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ കാത്തിരിക്കുകയും ഇരുട്ടിന്റെ മറവിൽ വീണ്ടും രാത്രിയില് ഇവരെല്ലാവരും തിരിച്ചുപോയി എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവരൊക്കെ പല കല്ലിന്റെ മറവിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒളിച്ചിരുന്നിട്ട് അവര് ഉറങ്ങി എന്നുള്ള ഏകദേശം ഒരു ധാരണ വരുന്ന സമയത്ത് വളരെ ദുഷ്കരമവും, അതായത് ജീവൻ ഏകദേശം പോകും എന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു ഈ കയറുമായിട്ട് മുകളിലേക്ക് കയറുകയും കയറവിടെ ഉറപ്പിച്ച് ബാക്കിയുള്ളവർക്ക് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരാളുടെ ജീവൻ കളയൽ തന്നെയായിരുന്നു. ജീവൻ പോകും എന്നൊക്കെ ഏകദേശം 99% ഉറപ്പുള്ള ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് യോഗേന്ദർ സിംഗ് യാദവ് നേരിട്ട് മുന്നോട്ടിറങ്ങുകയാണ് ചെയ്തത്. ഞാനിത് ചെയ്യാം, എനിക്ക് നിങ്ങൾ അവസരം തരണമെന്ന് അങ്ങോട്ട് അദ്ദേഹം അപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുകളിലെ കയർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യവുമായിട്ട് അദ്ദേഹം ആ മലഞ്ചെരുവിലൂടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം കയറി വരുന്ന വിവരം ആ പട്ടാളക്കാർ അറിഞ്ഞു. പാകിസ്ഥാൻ പട്ടാളക്കാർ അറിഞ്ഞു. അവരെ അദ്ദേഹത്തിന് വരെ വെടികൾ ഉതിർക്കുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അനേകം ബുള്ളറ്റുകൾ തറച്ചു കയറുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം മരിച്ചു എന്ന് ഏകദേശം അവർക്ക് ധാരണയായി. പിന്നെ അദ്ദേഹത്തിൻ്റെയോടുള്ള ശ്രദ്ധ മാറിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും കയറാനുണ്ടായിരുന്നു, കുറെ 100 അടിയോളം വീണ്ടും കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ വെടിയുണ്ടകളും ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം ആ കയറിലൂടെ മുകളിലേക്ക് കയറി. മുകളിലെത്തി ഇദ്ദേഹത്തിനെ വീണ്ടും പട്ടാളക്കാർ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈക്കും പരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒടിഞ്ഞ കൈ, അനേകം ബുള്ളറ്റുകൾ ശരീരത്തിൽ. ആ സമയത്ത് അദ്ദേഹം അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന സമയത്ത് അവർ വീണ്ടും വെടിയുതിർത്തു. വീണ്ടും വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറി. അദ്ദേഹം മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടാളക്കാരൻ അടുത്ത് വന്നിട്ട് പോയിന്റ് ബ്ലാങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് വെടിവെച്ചു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ധീരതയ്ക്കുള്ള ഒരു സമ്മാനം ദൈവം കൊടുത്തത്. അദ്ദേഹത്തിന്റെ പോക്കറ്റില് ഒരു പേഴ്സിന്റെ ഒത്ത് 5 രൂപ നാണയം ഉണ്ടായിരുന്നു. ആ നാണയത്തിലേക്കാണ് വെടിയേറ്റത്. അതുകൊണ്ട് ഉള്ളിലേക്ക് വെടിയുണ്ട കടന്നുപോയില്ല, ഹൃദയത്തിലേക്ക് എത്തിയില്ല. കുറച്ചു നേരം സമയം അദ്ദേഹം അബോധാവസ്ഥയിലായി. അങ്ങനെ അദ്ദേഹം ബോധം തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാണ്, ഇപ്പം മരിച്ചില്ല എങ്കിൽ നീ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല യാദവ്, ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു എന്നാണ്. അദ്ദേഹം ആ ഒടിഞ്ഞ കൈയിൽ ഒരു കൈ ഒടിഞ്ഞിരിക്കുകയാണ്. മറ്റേ കൈ കൊണ്ട് ഗ്രനേഡ് എടുത്ത് ആ ബങ്കറിലേക്ക് എറിഞ്ഞ് ആ 4 പട്ടാളക്കാരെ അവിടെ വെച്ച് അദ്ദേഹം തീർത്തു. എന്നിട്ട് അടുത്ത ബങ്കറിലേക്ക് അദ്ദേഹം ഇഴയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒടിഞ്ഞ കൈയും 17 ബുള്ളറ്റുകൾ ശരീരത്തിലും വെച്ചുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഇട്ടുകൊടുത്ത കയറിലൂടെ അദ്ദേഹത്തിന്റെ പ്ലാറ്റൂണിലുള്ള ബാക്കിയുള്ള പട്ടാളക്കാരും കയറി വന്ന സമയത്ത് അദ്ദേഹവും വേറൊരു കൂട്ടുകാരനും കൂടി അടുത്ത ബങ്കറിലേക്ക് ചെല്ലുകയും അവിടെയുള്ള പട്ടാളക്കാരെ വെറും കൈ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ബാക്കിയുള്ള പട്ടാളക്കാർ കയറി വരികയും ബാക്കിയുള്ള ബങ്കറുകൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ ഒരു സൈനിക മുന്നേറ്റമാണ് കാർഗിൽ യുദ്ധത്തിൽ നമ്മളെ മുന്നിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഇന്ന് ഭാരതം ഇത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ മുമ്പിൽ നമുക്കൊരു വലിയ സൈനികമായിട്ടുള്ള മേൽക്കോയ്മ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഈ ടൈഗർ ഹിൽസിന്റെ തിരിച്ചുപിടുത്തമാണ്. ഇതുപോലെയുള്ള അനേകം സൈനികരുടെ നമ്മളറിയാത്ത ത്യാഗത്തിന്റെയും ധീരതയുടെയും കഥകൾ ഉണ്ട്. യുദ്ധത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ധീരപ്രവൃത്തി
സൈനികരുടെ ഇടയിലെല്ലാം പടർന്നു. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സേനയിലെ വേറൊരു യോഗേന്ദ്ര സിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ യോഗേന്ദ്ര സിംഗ് ആയിരിക്കും മരിച്ചതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പരമവീര ചക്ര ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞ് അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ചിട്ട് പരമവീര ചക്ര നേരിട്ട് കൊടുക്കുകയാണ് ഇത്. പരമവീര ചക്ര ജീവനോടെ കൈപ്പറ്റിയ ചുരുക്കം ചില വ്യക്തികളിൽ ഒരു ധീരസേനാനിയാണ് യോഗേന്ദർ സിംഗ് യാദവ്. അദ്ദേഹത്തിന് ഹവീൽദാർ പദവിയിലേക്കുള്ള ആ ഒരു കയറ്റവും കൂടി ആ സമയത്ത് സൈന്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെല്ലാവരും ഓർക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമമാണ്. വീണ്ടും പരമവീര ചക്ര കിട്ടിയ ഈ യോദ്ധാക്കളുടെ കഥകൾ തുടരും. അപ്പോൾ നമ്മൾ ഈ പേര് മറക്കരുത്. യോഗേന്ദർ സിംഗ് യാദവ്, ഓണററി ക്യാപ്റ്റൻ യോഗേന്ദർ സിംഗ് യാദവ്. അദ്ദേഹം ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ യുദ്ധസ്മാരകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പ്രതിമ. അദ്ദേഹം 6,50,000 കുട്ടികളോട് അദ്ദേഹത്തിൻ്റെ ഈ ധീരകൃത്യം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേരളത്തിലായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വീണ്ടും ഞാൻ പറയുകയാണ്, മറക്കരുത് ഈ പേര്. പരമവീര ചക്ര കിട്ടിയ യോഗേന്ദർ സിംഗ് യാദവ് എന്ന് പറയുന്ന ധീര സൈനികൻ.